പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിനിടെ 3 മാസത്തിന് ശേഷം ഇടതു മുന്നണി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സിപിഐ നേതാക്കൾ AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. സർക്കാരിനെതിരായ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാന അജണ്ട. ഉപനേതൃ പദവി വേണം എന്ന നിലപാടിൽ സിപിഐ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സിപിഐക്ക് വിട്ടു നൽകേണ്ടതില്ല എന്നാണ് CPM-ന്റെ നിലപാട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീഷ്, ഇന്നലെ രാത്രി ടെലിഫോണിലൂടെയുള്ള ഒരു ആശയവിനിമയം കൂടി ഉണ്ടാകും എന്നുള്ളതായിരുന്നു വിവരം. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് ഈ വിഷയം ഉയർത്തിയൊരു പ്രതിഷേധം ഒഴിവാക്കാനുള്ള അവസാനവട്ട ശ്രമമായിരുന്നു അത്. എന്താണ് ഉപനേതൃ പദവിയിൽ നിലവിലുള്ള ഇരു പാർട്ടികളുടെയും തീരുമാനം? മാധു, LDF ഉപനേതൃ പദവിയിൽ ഒരു തർക്കം തുടരുന്നതിനിടെയാണ് നിർണായകമായ LDF യോഗം AKG സെന്ററിൽ ആരംഭിച്ചത്. ഇപ്പോൾ യോഗം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ യോഗത്തിൽ ഉപനേതാവ് പദവി സ്ഥാനം CPI ഉന്നയിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു തന്നെയാണ് CPI നിൽക്കുന്നത്. ഉപനേതാവ് സ്ഥാനം വേണം എന്നുള്ള നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെ CPI നേതാക്കൾ, പ്രത്യേകിച്ച് ബിനോയ് വിശ്വം ഉൾപ്പെടെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് ഒരു അടഞ്ഞ അധ്യായം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ LDF യോഗത്തിൽ അത്തരത്തിലൊരു തർക്കങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ നിലപാടിൽ തന്നെ CPI ഉറച്ചു നിൽക്കുകയും ചെയ്യും. പ്രധാനമായും സർക്കാരിനെതിരെ നടത്തേണ്ട പ്രതിഷേധങ്ങളാണ് ഈ യോഗങ്ങൾ ചർച്ചയാകുന്നത്. മാധവ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷമാണ് LDF യോഗം ചേരുന്നത്. ഘടകകക്ഷികൾക്ക് ഉൾപ്പെടെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. കാരണം വലിയ തിരഞ്ഞെടുപ്പ് തോൽവി നേരിട്ടിട്ട് പോലും അക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഒരു യോഗം വിളിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ LDF യോഗം AKG സെന്ററിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഉപനേതൃ പദവി അടക്കം ചർച്ചയാകുമോ, അതോ അത് ഇതിനകം സമവായമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയും.